കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയിറ്റുന്നു. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 24, 28, 29 3 വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ വായിക്കാൻ തുടങ്ങുകയാണ്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 24, 28, 29 വാക്യങ്ങൾ വായിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. 28-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലൂടെ എല്ലാ ശുശ്രൂഷകർക്കും എക്കാലത്തും വേണ്ടിയ 2 പ്രധാന തത്വങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ ശുശ്രൂഷകർക്ക് ഏവർക്കും മാതൃകയാക്കാവുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ. ഈ വാക്യങ്ങളിൽ 1-ാം അധ്യായം 24, 28, 29 വാക്യങ്ങളിൽ കാണുന്നത് എ മിനിസ്റ്റർ വിത്ത് പാഷൻ ആൻഡ് എ മിഷൻ. ഭയങ്കര ആവേശം ആ വാക്യങ്ങളിലുണ്ട്. 24-ലും ഉണ്ട്, 28-ലും ഉണ്ട്, 29-ലും ഉണ്ട്. ഞാൻ അധ്വാനിക്കുന്നു, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയാം ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. 29-ൽ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയാൽ ഐ സ്ട്രെനുവസ്ലി വർക്ക് ഹാർഡ്. അവിടെ കാണുന്നത് പാഷനാ, പാഷൻ. എ പാസ്റ്റർ വിത്ത് എ പാഷൻ പോരാ. 28-ൽ കാണുന്നത് എ പാസ്റ്റർ വിത്ത് എ ക്ലിയർ മിഷൻ. തൻ്റെ മുമ്പിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനങ്ങളെ അവരെങ്ങനെ ഉള്ളവരായി തീരണമെന്ന് വ്യക്തമായ ഒരു മിഷൻ, എൻ്റെ മിഷൻ അവരെ ഇങ്ങനെ ആക്കി തീർക്കുകയാ എന്ന് ബോധ്യമുള്ളയാൾ. He knows exactly the conditions of each congregation. എല്ലാ സഭകളെ കുറിച്ചും. ഈ ഒരു സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച സഭയല്ലിത്. ഇതാരാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ കൊലോഷ്യൻസ് ചാപ്റ്റർ 1:7 കാണുന്നത് എപ്പാഫ്രാസ് എന്ന് പറഞ്ഞ പൗലോസിന്റെ ഒരു ഡിസൈപ്പിൾ. പൗലോസ് എഫെസസ് പട്ടണത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് പൗലോസിൽ നിന്നും വചനം പഠിച്ചു വന്ന ഒരനുഗ്രഹിത ശുശ്രൂഷകനാണ് എപ്പാഫ്രാസ്. എപ്പാഫ്രാസ് ആണ് ഈ സഭ സ്ഥാപിച്ചത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അൺയൂഷ്വൽ. ഈ ലെറ്റർ അൺയൂഷ്വലാ. സാധാരണഗതിയിൽ പൗലോസ് എപ്പോഴും ലേഖനം എഴുതുന്നത് തനിക്ക് നേരിട്ടറിയാവുന്നതും താൻ സ്ഥാപിച്ചതുമായ സഭകൾക്കാ. ഗലാത്യ സഭ പൗലോസ് സ്ഥാപിച്ചതാണ്. ഫിലിപ്പിയ സഭ പൗലോസ് സ്ഥാപിച്ചതാണ്. തെസ്സലോനിക്ക സഭ പൗലോസ് സ്ഥാപിച്ചതാണ്. കൊരിന്ത് സഭ പൗലോസ് സ്ഥാപിച്ചതാണ്. എന്നാൽ ഈ കൊലോസ്യ സഭ പൗലോസ് അല്ല സ്ഥാപിച്ചത് എന്ന് മാത്രമല്ല, 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. 2:1 ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഇവരെ. പക്ഷേ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ മറ്റു പലയിടത്തും പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകരാരും മിസ്സാക്കരുതാത്ത ഇമ്പോർട്ടൻ്റ് ആയ പ്രിൻസിപ്പിൾസ് 1-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പോൾസ് ഫിലോസഫി ഓഫ് മിനിസ്ട്രി. എന്താ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുക കണ്ണികയിൽ. അതിന്റെ തുടക്കം 24-ഉം 29-ഉം 2 ബ്രാക്കറ്റ് പോലെയാ.
നിങ്ങൾ ശ്രദ്ധിച്ചാൽ 24 പറയുന്നു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത്. അവിടെ കഷ്ടത്തെക്കുറിച്ചാണ് 24. 29 പറയുന്നത് കഷ്ടത്തെക്കുറിച്ചാ, ഞാൻ അധ്വാനിക്കുന്നു. നോക്കിയേ, അത് ശ്രദ്ധിച്ചേ, 2 ബ്രാക്കറ്റ്. 24 ഞാൻ അധ്വാനിക്കുന്നു, കഷ്ടങ്ങൾ. 29 ഞാൻ അധ്വാനിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഏവരുമേ, നമ്മൾ അത്യാവശ്യമായി ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുക്കൾ ഈ കാര്യങ്ങളിൽ, ഈ വാക്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രിഗേഷനെ പറ്റി വ്യക്തമായ അറിവുണ്ട്. ഫോർ പോൾ മിനിസ്ട്രി വാസ് നോട്ട് ജസ്റ്റ് എ സൺഡേ അഫെയർ. ഞായറാഴ്ച ദിവസം ഒരു സന്ദേശം പറയുന്നത് മാത്രമല്ലായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ. He knows in and out of every believer, even in a church like this. കൊലോഷ്യൻ സഭയെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും അവരുടെ അകത്തെ പ്രയാസം എന്താണെന്നറിയാം, അവരെല്ലാവരും ആത്മീക നിലവാരം എന്താണെന്നറിയാം. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പിന്നെ ഓർക്കുമായിരുന്നു, പോൾ, വാട്ട് ആൻ അമേസിംഗ് മോഡൽ യു ഹാവ് സെറ്റ് ഫോർ ഓൾ ഓഫ് us. കർത്തൃ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരായ എല്ലാ പ്രിയ കർത്തൃദാസന്മാരെ, നമ്മൾ ശുശ്രൂഷിക്കുന്ന ഓരോ വിശ്വാസിയെ പറ്റി, അവരുടെ ആത്മീക നിലവാരത്തെ പറ്റി, അവരുടെ കുടുംബ ജീവിതത്തെ പറ്റി, അവരുടെ ഹാബിറ്റ്സിനെ പറ്റി, അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതികളെ പറ്റി ഒരു നല്ല ബോധ്യം നമുക്കില്ലെങ്കിൽ നമ്മളുടെ മിഷൻ അതിനെ ബാധിക്കും. കാരണം ഇതൊന്നും അറിയാൻ വയ്യാതെ ഞായറാഴ്ച നമ്മൾ എന്തോ സന്ദേശങ്ങൾ പറയുന്ന ഒരവസ്ഥയിലായി തീരുമെന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ കൊലോസ്യ പട്ടണത്തെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും പറഞ്ഞു കേട്ടതാണെങ്കിലും ഒരു നല്ല ബോധ്യം തനിക്കുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനപരമായുള്ളൊരു കാര്യം, പൗലോസിന്റെ മനസ്സിൽ ഒരു കോൺഗ്രിഗേഷനെ കണ്ട് അതിൽ തൃപ്തിപ്പെടുന്ന ഒരാളേ അല്ല പൗലോസ്. അത് ഒന്നിലധികം തവണ പൗലോസ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഓടി വരുന്ന വാക്യങ്ങൾ, 1 കൊരിന്ത്യർ ലേഖനം 3:13 പൗലോസ് പറയുക, യെസ്, കൊരിന്തിൽ ഒരു സഭയുണ്ടെന്നുള്ളത് ശരിയാ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പ്രവചനവരം ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ പൗലോസ് പറയുക 1 കൊരിന്ത്യർ 3:13 ആ ദിവസം, വരുവാനുള്ളൊരു ദിവസം, ആ ദിവസം അതിനെ തെളിവാക്കും, എൻ്റെ ശുശ്രൂഷയെ തെളിവാക്കുന്ന ഒരു ദിവസം, വിശ്വാസികളുടെ അസൽ അവസ്ഥകളെ പൊളിക്കുന്ന, വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന ഒരു കർത്തൃ ദിവസം, യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വലിയ ലൈറ്റ് അടിക്കുന്നത് പോലെ ആ ദിവസം. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ശുശ്രൂഷയെ പറ്റി ഒരു നല്ല ബോധ്യം എന്ന് പറഞ്ഞാൽ, മിനിസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നത് മാത്രമല്ല, ഇതിനെല്ലാം ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. തീ തന്നെ ശോധന ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ഒരു ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. തീ തന്നെ ശോധന ചെയ്യുമെന്ന്. എൻ്റെ ശുശ്രൂഷയെ, ഞാൻ മിനിസ്റ്റർ ചെയ്യുന്ന കോൺഗ്രിഗേഷനെ എന്തെങ്കിലും എനിക്ക് ഞായറാഴ്ച പറഞ്ഞു പോയാ പോരാ, ഇതെല്ലാം തീ ശോധന ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇതും തീ ശോധന ചെയ്യും. ഏത്? ഇന്നത്തെ ഈ ശുശ്രൂഷ ഇതേത് ഉദ്ദേശത്തോടെ പറഞ്ഞിരിക്കുന്നു? എന്തുകൊണ്ട് കൊലോസ്യ ലേഖനം 1 ഞാൻ വായിച്ചിരിക്കുന്നു? ഇതെല്ലാം തീ ശോധന ചെയ്യും. ഒരു ഓർഗനൈസേഷന് ഞാൻ കൊടുക്കുന്ന കണക്ക് മാത്രമല്ല ഇവിടുത്തെ കാര്യം. ഇവിടെ ഏതെങ്കിലും മനുഷ്യന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന കണക്കുകളല്ല പൗലോസിന്. പൗലോസ് പറയും, ഐ ആം വെരി കെയർഫുൾ അബൌട്ട് മൈ മിനിസ്ട്രി. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് കണക്ക് കൊടുക്കണം. പോരാ, എൻ്റെ ശുശ്രൂഷയെ കുറിച്ചും എനിക്ക് കണക്ക് കൊടുക്കണം. ഇതെല്ലാം തീ ശോധന ചെയ്യുമെന്ന്. ഗലാത്യലേഖനം 4:11 എന്നെ ചിന്തിപ്പിക്കുന്ന വാക്യമാണ്. ഗലാത്യലേഖനം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അവിടെയും നോയിക്കേ, ഗലാത്യയിൽ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. There is a congregation in Galatian church.
പക്ഷെ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പ്രസംഗം കൊണ്ട് തീരുന്നതല്ലിത്. എനിക്കിതിനെല്ലാം കണക്ക് കൊടുക്കണം. ഇവിടെ ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചാൽ ഇത് പോകാനൊക്കത്തില്ല. ഇതിന് കണക്ക് കൊടുക്കണം. ഞാൻ ഇതെല്ലാം ചെയ്തത് വെറുതെ ആയിപ്പോയോ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ മുൻപോട്ട് നോക്കിയുള്ള ഒരു ശുശ്രൂഷ. എന്നെ കേൾക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ പിതാക്കന്മാരെ, നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശുശ്രൂഷ എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് എവേ വിത്ത് ദ മിനിമം റിക്വയർമെന്റ്സോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു കോൺഗ്രിഗേഷനെ കണ്ടു, അതിൽ തൃപ്തിപ്പെട്ടു, നമ്പർ കൂടുന്നുണ്ട്, അതിൽ സന്തോഷിച്ചു, അങ്ങനെ തീരുന്ന ഒരു അഫെയർ അല്ല പൗലോസിന്. തീ ശോധന ചെയ്യുന്ന ഒരു മിനിസ്ട്രി. അവിടെ ഒരു ക്രമക്കേട് നടന്നാൽ, ദൈവത്തിന്റെ പർപ്പസിലേക്ക് കോൺഗ്രിഗേഷൻ വരാതിരുന്നാൽ, പൗലോസ് പറയുന്നത് എന്റെ അധ്വാനമെല്ലാം വെറുതെ ആയി പോയ പോലെ, നിങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിക്കുന്ന പൗലോസ്. പ്രിയ ദൈവമക്കളെ, ഈ കൊലോസ് ലേഖനം 1 ഞാൻ നിങ്ങളെ അടുപ്പിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ 1:24 ഒന്ന് ശ്രദ്ധിക്കണം. ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ മിനിസ്റ്റർ. 1:24 അതാണ് പ്രാരംഭമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ കാര്യം. ഈ തീ ശോധന ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഓടുന്നതും അധ്വാനിക്കുന്നതുമെല്ലാം വെറുതെ ആയി പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് പൗലോസിന്റെ ആ ക്രൈസ്റ്റ് ഷേപ്ഡ് മിനിസ്റ്റീരിയൽ ലൈഫ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ, എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്കാണത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ നിന്നോ? പൗലോസേ, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഇവരെ കണ്ടിട്ട് പോലുമില്ലെന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല എന്ന് 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ? എവിടാ പൗലോസ് എന്നറിയാമോ? പൗലോസ് 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. ഈ കാണാത്തവര് വല്ല എഫെസോസുകാരോടോ പൗലോസ് സ്ഥാപിച്ച സഭക്കാരോടോ വല്ലതും പറയുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്ക് സെൻസ്. എന്നാൽ കാണാത്തവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, അവരോട് പറയുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കാണുന്നത് എന്താണെന്നറിയാം? ഫോർ പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹിസ് ചർച്ച്, ദിസ് ഇസ് എപ്പാഫ്രാസ് ചർച്ച്. ഞാൻ പയനിയർ ചെയ്തത് അല്ലാത്തോണ്ട് ഇതെന്റെ അല്ല. അങ്ങനത്തെ ഒരു സങ്കല്പമല്ല പൗലോസിന്റെ ശുശ്രൂഷയ്ക്കുള്ളത്. ശ്രദ്ധിച്ചൊരു പ്രാവശ്യം കൂടെ കേൾക്കൂ. എപ്പാഫ്രാസേ, 1:7 പ്രകാരം അങ്ങാണല്ലോ സഭ സ്ഥാപിച്ചത്. അങ്ങ് തന്നെ കാര്യങ്ങൾ ചെയ്തോട്ടാട്ട്. ഞാൻ എൻ്റെ സഭയുടെ കാര്യം നോക്കുന്നു. ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുന്നു. അതാ ഇന്ന് പലരുടെയും മനസ്സിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. ഒരേ പട്ടണത്തിലായിരിക്കാം ശുശ്രൂഷിക്കുന്നത്, ഒരേ ടൗണിലായിരിക്കാം. പക്ഷേ നമ്മുടെ നെയ്ബർ ചർച്ചിലെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലമേ അല്ല പലപ്പോഴും. നമ്മുടെ ചർച്ച് ശ്രദ്ധിച്ചോണം. കൊറോണ വൈറസിന്റെ സമയത്ത് കൂടി വരുമ്പോൾ നമ്മുടെ ചർച്ചിലെല്ലാം സേഫ് ഡിസ്റ്റൻസിങ് എല്ലാം പാലിച്ചോണം. നമ്മുടെ ചർച്ചിൽ സാനിറ്റൈസിങ് ഒക്കെ വേണം. പക്ഷെ അവരുടെ കാര്യം അത് അവർ നോക്കട്ടെ. അപ്പോഴാ പെട്ടെന്ന് കേട്ടത് അവിടെ ഹെൽത്ത് വന്നു, ഹെൽത്തിന്റെ വിസിറ്റ് വന്നു, അവരെല്ലാം വലിയ പ്രശ്നത്തിലായി. വാട്ട് ഈസ് അവർ റെസ്പോൺസ്? വേറൊരു ചർച്ചിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള വേറൊരു കോൺഗ്രിഗേഷനിൽ ഹെൽത്തിന്റെ വിസിറ്റ് വന്നു. അവിടെ 2-3 പേര് പ്രയാസത്തിലായി, കാരണം അവർക്ക് ഏജ് ഓവറാ. വാട്ട് ഈസ് അവർ റെസ്പോൺസ്? സാധാരണഗതിയിൽ കാണുന്ന റെസ്പോൺസ് എന്താണെന്നറിയാം? ദൈവം സഹായിച്ച് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അവരത് കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യേണ്ടതായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് സെന്റേർഡ് അപ്രോച്ച്, ദാറ്റ് ഈസ് എ സെൽഫിഷ് അപ്രോച്ച്. എന്റെ സഭ, എന്റെ കോൺഗ്രിഗേഷൻ മാത്രം, അവർക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കും. എന്നാൽ 1-ാം അധ്യായം 24 ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഇതൊരു വലിയ സത്യമല്ലേ ഈ ദൈവ മനുഷ്യൻ നമ്മളോട് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ,
കൊലോസി ആൾക്കാരെ, ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല. കൊലോസി ആൾക്കാരെ, ഞാൻ നിങ്ങളുടെ ചർച്ച് പയനീർ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കോൺഗ്രിഗേഷനും ദൈവരാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് എന്റെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുമുള്ളതാ. വി ആർ ഓൾ വർക്കിംഗ് ടുഗെദർ ആസ് വൺ ടീം ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇന്നത്തെ ദിവസം let us all declare that we are all part of one kingdom. We are all together working for one God, one purpose. That is when the pain of another brother becomes pain of us. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണമേ. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർന്ന് ചിന്തിക്കുന്നതല്ല. ഈ ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള ശുശ്രൂഷയുടെ ലക്ഷണങ്ങളായത്, ക്രിസ്തുവിനാൽ ഫോംഡ് ആയ ഒരു മിനിസ്ട്രി ആയത്. ഇത് സെൽഫിഷ് അല്ല, ഇത് ക്രൈസ്റ്റിന്റെ ആ വലിയ വിഷനാൽ നിർമ്മിതമായ വാർത്തെടുക്കപ്പെട്ട ഒരു ശുശ്രൂഷ. ആ 1:9 ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ, ആ വാക്ക് കണ്ടോ, ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകളൊക്കെ എന്നെ ചിന്തിപ്പിച്ചതാ. കാരണം എന്താണെന്നറിയാം? പിന്നെയും ഞാൻ പറയട്ടെ, ആരാ പയനിയർ? പയനിയർ പൗലോസ് അല്ല. എന്താ പൗലോസ് കേട്ടത് ഇവരെ കുറിച്ചെന്നറിയാമോ? 1:8 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കിക്കേ. അതുകൊണ്ടല്ലേ 9 അത് കേട്ട നാൾ മുതൽ. എന്താ പൗലോസെ കേട്ടത് ഈ കോൺഗ്രിഗേഷനെ കുറിച്ച്? 1:8 വാക്യം, അവൻ നിങ്ങൾക്ക് വേണ്ടി, എപ്പാഫ്രാസിനെ കുറിച്ച് പറയാ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള, ആ വാക്ക് ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അത് കേട്ട നാൾ മുതൽ. എന്താ പൗലോസ് കേട്ടതെന്നറിയാം? എപ്പാഫ്രാസ് വന്ന് പൗലോസിനോട് പറയുക, ഹേയ് പോൾ, I want you to know something. I pioneered 3 churches. 3 സഭകൾ ഞാൻ സ്ഥാപിച്ചു. ലവോദിക്കയിലുള്ള സഭ, ഹീറാപ്പൊലിസിലുള്ള സഭ, കൊലോസ്യ സഭ, 3 സഭകൾ. ഈ 3 സഭയിലും പൗലോസെ ദൈവം സഹായിച്ച് സ്നേഹമുണ്ട്. ഇവർക്ക് തമ്മിൽ ആത്മാവിലൊരു സ്നേഹമുണ്ട്. പൗലോസിന്റെ പ്രതികരണം എന്താണെന്നറിയോ? ഇന്നത്തെ പലരെയും പോലല്ല. ഇന്നുള്ള ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചാൽ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. നമ്മൾ ഇങ്ങനെ എത്ര കണ്ടതാ. എപ്പാഫ്രാസേ, 5 വർഷമായതല്ല ഉള്ളോ ശുശ്രൂഷ തുടങ്ങിയിട്ട്, കുറച്ച് കഴിയട്ടെ, ഈ സ്നേഹമൊക്കെ പോവും. ഇതാ പലരും പറയുന്നത്. ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഒരാൾ വന്ന് അവരുടെ ചർച്ചിനെ കുറിച്ചൊരു റിപ്പോർട്ട് പറയുമ്പോൾ, പാസ്റ്ററേ, ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ച് കഴിഞ്ഞ ദിവസം അഡ്വാൻസ് കൊടുത്തു. ദൈവം കറക്റ്റ് സമയത്ത് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. ചിലരുടെ മോഹം അങ്ങ് വാടുകയാ. ഓ, അങ്ങനാണോ? എത്ര സെന്റ് ഉണ്ട്? അതൊരു 25 സെന്റ് ഉണ്ട് പാസ്റ്ററെ. 25 സെന്റിനൊക്കെ ഇപ്പം പെർമിഷൻ കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഓരോ വാക്കും ഇദ്ദേഹത്തിനൊരു ത്രെറ്റായ പോലെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ത്രെറ്റാകുന്നെന്നുള്ള തോന്നൽ എന്തുകൊണ്ടാണെന്നറിയാമോ? വേറൊരാള് വസ്തു വാങ്ങിക്കുമ്പോ എനിക്ക് തോന്നുക, ഐ ആം ഫീലിംഗ് ത്രെറ്റൻഡ്. പൗലോസ് അങ്ങനെ ഒരു വ്യക്തിയല്ല. ഒരു ഉന്നതമായ ശുശ്രൂഷയുടെ കാഴ്ചപ്പാടാ. ഇത് എവിടെ കിട്ടി ഈ കാഴ്ചപ്പാടെന്ന് ചോദിച്ചാൽ, ഇത് ക്രിസ്തുവിനെ നോക്കിയപ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം തൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയും വാർത്തെടുത്തത് കൊണ്ടാ പറയുന്നേ. എപ്പാഫ്രാസേ, ആ സ്നേഹത്തെക്കുറിച്ച് കേട്ട നാൾ മുതൽ ഞാൻ ഇടവിടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന്. ദൈവസഭകളോട് കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ഇന്ന് ഞാനൊരു ദൂത് പറയാം. മറ്റുള്ളവരുടെ സക്സസിൽ, മറ്റുള്ളവരുടെ ശുശ്രൂഷയിലുള്ള മുന്നേറ്റത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവരുടെ അഭിവൃദ്ധിയിൽ, അവർ വസ്തു വാങ്ങിക്കുന്നതിൽ, അവർ കെട്ടിടം പണിയുന്നതിൽ നമുക്ക് റിജോയ്സ് ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ, there is something seriously wrong with the way we are conducting our ministry. It may be not God's ministry. Most probably it is your ministry. That is why you are feeling threatened. ചിന്തിക്കൂ ദൈവമക്കളെ, ഇത് കേവലം കേട്ടുവിടാൻ വേണ്ടി മാത്രമല്ല. എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാ, just think about it for a minute. എല്ലാവരും ചിന്തിക്കണം.
നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ശുശ്രൂഷകരോടും ദൈവസഭയോടുമുള്ള മനോഭാവം എന്ത്? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അവരുടെ ഒരു അഭിവൃദ്ധിയിൽ സന്തോഷിക്കാറുണ്ടോ? ഇവിടെ പൗലോസ് പറയുന്ന പോലെ, നിങ്ങളെക്കുറിച്ച് കേട്ടപ്പം മുതൽ, എന്റെ ശുശ്രൂഷയുടെ മേഖല എഫെസസ് ആയിരുന്നു, ഞാൻ കൊലോസയിലോട്ട് വന്നിട്ട് പോലുമില്ല, പക്ഷേ എപ്പാഫ്രാസേ, നിന്നിലൂടെ ദൈവം ചെയ്തതിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണത്തില്ല, ഞാൻ അതിനെ നിസാരവൽക്കരിക്കത്തില്ല, ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ഈ സഭ എന്നുള്ളത് എങ്ങനെ ഉണ്ടായെന്നറിയാമോ? വലിയ ശുശ്രൂഷയൊന്നുമില്ല, എവിടുന്നോ കൂട്ടിവെച്ച 2 പേരാ ഇതൊക്കെയാണോ ദൈവസഭ? നോ. ഐ വിൽ നെവർ ട്രൈ ടു ഡൗൺ പ്ലേ യുവർ റോൾ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു വഴിയാ നമ്മൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ ചുരുക്കം ചില വർഷത്തെ ശുശ്രൂഷയിൽ മനസ്സിലാക്കിയത്, people who are self-centered will never grow. അവർക്ക് തന്നെ ഒരു ലിമിറ്റ് ഇട്ടിരിക്കുക. മറ്റൊരാളുടെ ശുശ്രൂഷയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കാത്തവർ, മറ്റൊരാളിന്റെ ശുശ്രൂഷയെ ഒരു കൈത്താങ്ങൽ കൊടുക്കാനൊക്കാത്തവർ, പ്രാർത്ഥിക്കാനൊക്കാത്തവർ, ഹൃദയത്തിൽ നിന്ന് സന്തോഷിക്കാനൊക്കാത്തവർ, they are restricting their own growth because they have no clue about the kingdom of God. They are only concerned about their kingdom. ഇന്ന് എന്നെ കേൾക്കുന്ന നമുക്കിൽ ആർക്കും അങ്ങനെ ഒരു പരാജയം വരാതിരിക്കട്ടെ. നമ്മൾ ആരും നമ്മുടെ രാജ്യം അല്ല പണിയുന്നത്, ഇത് നമ്മുടെ സഭകളല്ല. ഈ ചിലർ പറയുന്ന പോലെ എന്റെ സഭ, ഞാൻ അപ്പോയിന്റ് ചെയ്ത വേലക്കാർ. നോ. ചർച്ച് ബിലോങ്സ് ടു ഗോഡ്. ചർച്ച്, പീപ്പിൾ, എവറിത്തിങ് ബിലോങ്സ് ടു ഗോഡ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, കൊരിന്ത് സഭയിൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം എന്നറിയാമോ? കോൺഗ്രിഗേഷൻ എല്ലാം കൂടി പറഞ്ഞു, അപ്പൊല്ലോസ് വലിയ പ്രസംഗകനാ, പത്രോസ് വലിയ ബിഷപ്പാ, പക്ഷേ ഞങ്ങളെല്ലാം ഫൗണ്ടിങ് പാസ്റ്ററിന്റെ കൂടെ. വി ഓൾ ബിലോങ് ടു പോൾ. അവിടെ പൗലോസിന്റെ പാർട്ടിക്കാരായി, അവിടെ അപ്പൊല്ലോസിന്റെ പാർട്ടിക്കാരായി, അവിടെ കേഫാവിന്റെ പാർട്ടിക്കാരായി, അവിടെ യേശുവിന്റെ പാർട്ടിക്കാരായി. എങ്ങനെയാ പൗലോസ് റെസ്പോണ്ട് ചെയ്തതെന്നറിയാം? എഗെയിൻ ഞാൻ പറയാ, ഇന്നുള്ള പലരിൽ നിന്നും he was so different because he had a different vision altogether. He had a different passion altogether. His passion was not to see his kingdom grow. His passion was to see the kingdom of God grow. അതുകൊണ്ട് എന്താ പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ എഴുതിയെന്നറിയാം? പൗലോസ് ആരാ? അപ്പൊല്ലോസ് ആരാ? ഞങ്ങളൊക്കെ കാലാകാലങ്ങളിൽ നിങ്ങളോട് ദൈവവചനം പറഞ്ഞു തന്നെന്നുള്ളത് മാത്രമല്ല ഉള്ളൂ. കൊരിന്ത് സഭയെ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നത് ഒരുവൻ മാത്രമാ. നിങ്ങൾ യേശുവിനുള്ളവയാ. എനിക്ക് നിങ്ങളെ സ്വാധീനിച്ച് എനിക്ക് പേരുണ്ടാക്കാൻ ഒക്കത്തില്ല. യു ഡോണ്ട് ബിലോങ് ടു മീ, യു ബിലോങ് ടു ജീസസ് ഹു ഡൈഡ് ഫോർ യു. ആ വാക്യം ഒന്ന് നോക്കൂ. Chapter 1 verse 24. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. വാട്ട് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ്. നമുക്ക് ഒരുമിച്ച് ഈ ഭാഗങ്ങൾ ചിന്തിപ്പാൻ ഒക്കുന്നത്, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ, ഇതൊരു വലിയ പദവിയാണ്. എന്നെ സംബന്ധിച്ച് ഐ ഫീൽ മൈസെൽഫ് വെരി വെരി പ്രിവിലേജ് ടു ടോക്ക് ടു മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. അതുപോലെ ഈ സത്യങ്ങൾ കാണുമ്പോൾ ഐ വാണ്ട് ടു റീവാലുവേറ്റ് മൈ ലൈഫ്. വേറൊരു പ്രസംഗകനെ കാണുമ്പോൾ എൻ്റെ മനോഭാവം എന്താ? ഒന്നുകൂടെ 24-ാം വാക്യം ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള, ഞാൻ പറഞ്ഞത് പൗലോസ് ഇവരെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ he is with them, he is for them. It was pioneered by somebody else, but still Paul owns this congregation in his heart. നോക്കൂ ആ വാക്കുകൾ. അതിനകത്തുനിന്ന് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളെ കാണിക്കണം. പൗലോസിന്റെ ജീവിത ശൈലിയെ പറ്റി. ഒന്ന്, he was not self-centered, he was having God-centeredness in his life. ഒന്ന് നോക്കി, കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. ആ പദപ്രയോഗവും എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. He is rejoicing in suffering. ഇന്ന് നമുക്ക് അങ്ങനെയുള്ളവരെ കാണുവാൻ വളരെ വിരളമാ. പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവദാസന്മാരെ,
സാധാരണഗതിയിൽ കഷ്ടതയെക്കുറിച്ചും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സാക്രിഫൈസിനെ കുറിച്ചും ഒക്കെ ആൾക്കാർ പറയുന്ന അനുസരിച്ച് ഇതൊക്കെ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷയിൽ യു ആർ ഗോയിങ് ടു ത്രൈവ്, യു ആർ ഗോയിങ് ടു ഗോ ഫ്രം ഗുഡ് ടു ഗ്രേറ്റ്. പലപ്പോഴും ഈ ബൈബിൾ സ്കൂളിലൊക്കെ തന്നെയും വെളിയിൽ നിന്ന് സീനിയർ പാസ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റുഡൻസിനെ ചലഞ്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തുടക്കത്തിൽ യു സെർവ്, മറ്റുള്ളവരുടെ കൈകളിൽ വെള്ളമൊക്കെ ഒഴിച്ച് യു സെർവ്, ബട്ട് വൺ ഡേ ഗോഡ് വിൽ ലിഫ്റ്റ് യു അപ്പ്. നിങ്ങൾ ഏവരും അങ്ങനെയുള്ള ആശയങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ കഷ്ടമൊക്കെ ഉണ്ട് ഇന്ന്, പക്ഷെ ഇതെല്ലാം മാറും. ഒരു 10 വർഷം ശുശ്രൂഷ കഴിയുമ്പോൾ പുതിയ വാഹനം വരുന്നു, പുതിയ വീട് വരുന്നു, എല്ലാം ഇനി നല്ലതാവും. ഞാൻ when I look at scriptures, I don't see any basis for that. അങ്ങനെ ഒരു ആശയം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സെർവിങ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അതാ പലരും പറയുന്നത്. കഷ്ടങ്ങൾ എന്നുള്ളത് നാളെ വലുത് നടക്കാൻ പോകുന്ന അതിൻ്റെ ഒരു മുന്നോടി, ഒരു ബ്രാക്കറ്റ് പീരീഡ്. സെർവിങ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. പൗലോസിന്റെ ജീവിതത്തിൽ ഞാൻ എന്താ കാണുന്നതെന്നറിയാം? For him, serving is not a stepping stone to success. Serving itself is the success. കേൾക്കണം, കഷ്ടങ്ങളിൽ നിന്ന് നാളെ വെളിയിൽ വരുമെന്നുള്ളതല്ല, കഷ്ടങ്ങളുടെ നടുവിലുള്ളൊരു സന്തോഷം. അതെവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ആ ജീവിത ശൈലി, ആ മനോഭാവം എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ. ക്രൈസ്റ്റ് സെന്റേർഡ് ഒരു ലൈഫ് സ്റ്റൈലാണിത്. വേറൊരാളുടെ സക്സസിൽ താൻ റിജോയ്സ് ചെയ്യുന്നു. ഒന്നാമത് ചിന്തിച്ചു. രണ്ടാമത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടത്തിന്റെ വെളിയിൽ വരണ്ട. ഇന്ന് കഷ്ടം അനുഭവിക്കും, നാളെ എനിക്കറിയാം 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഒരു AC റൂമിൽ ഇരുന്ന് ഐ ആം ഗോയിങ് ടു എൻജോയ്. നോ, അത് ഇറ്റ് ഈസ് നോട്ട് പോൾ. ഇറ്റ് ഈസ് നോട്ട് ദ വിഷൻ ഓഫ് അപ്പോസ്റ്റൽ പോൾ. പൗലോസ് പറയുന്നത് കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. ബിക്കോസ് ഹിസ് ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ മോഡൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ജീവിതമാ തൻ്റെ ശുശ്രൂഷ ജീവിതത്തെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പോപ്പുലർ പ്രീച്ചറിന്റെ ലൈഫ് അല്ല. നോക്കൂ, ആ വാക്യം ഒന്നുകൂടെ നോക്കൂ. ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തിന്റെ ഒരു സൈഡിൽ നമ്മൾ വന്നിട്ടേ ഉള്ളൂ. ആ വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു മനോഭാവം. അല്ലാതെ ഈ കഷ്ടം ഇന്ന് തീർന്നിട്ട് സന്തോഷിക്കുകയല്ല, അതിൻ്റെ നടുവിൽ. റെന്റ് വീട്ടിലാണ് ഇപ്പോഴെങ്കിലും, ആഫ്റ്റർ 20 years, 20 വർഷം കഴിഞ്ഞിട്ടും ജൂനിയേഴ്സിനൊക്കെ ഓൺ ഹൗസായി, സീനിയറായ ഞാൻ ഇന്നും റെന്റ് വീട്ടിലാ. നോ നോ നോ. പൗലോസിനെ നോക്കുമ്പോൾ പൗലോസ് ഐ റിജോയ്സ് ഇൻ ദാറ്റ്. ഒരു ടേം കഴിയുമ്പം ഒരിടത്തോട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഐ റിജോയ്സ്. എന്നിട്ട് നോക്കൂ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. പ്രോബ്ലമാറ്റിക് വേഴ്സാ. എല്ലാരും ശ്രദ്ധിച്ചു നോക്കണം. ആ വാക്കിന്റെ അർത്ഥം എന്താ? പൗലോസ് പറയുക, ഞാൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കുക. ഇതിനൊരു കാരണം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ജഡത്തിൽ സഭയായ ശരീരത്തിന് വേണ്ടി. എന്താ പ്രിയ ദൈവമക്കൾ ഇവിടെ പറയുന്നത്? വാട്ട് ഈസ് മിനിസ്ട്രി? എന്താ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ എന്താ ശുശ്രൂഷ എന്ന് ചോദിച്ചാൽ, മിനിസ്ട്രി ഈസ് ഫില്ലിംഗ് അപ്പ് in his body what is lacking in Christ's affliction. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ എന്തെങ്കിലും കുറവായി ഉണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എന്താ ഈ വാക്യം ഇങ്ങനെ പറയുന്നത്? പല വേദ പണ്ഡിതന്മാരും പറയുന്നു, ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വേഴ്സ് ഇൻ ദിസ് എപ്പിസൽ. കൊലോസി ലേഖനത്തിലെ മനസ്സിലാക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യമാണിത്. കാരണം പൗലോസ് പറയുന്നു, എന്റെ ശുശ്രൂഷ എന്നുള്ളത് എന്റെ രാജ്യമല്ല, ഇതേ ദൈവരാജ്യത്തിന്റെയാ. അത് ഞാൻ സന്തോഷിക്കുക കഷ്ടങ്ങളിൽ. എന്നിട്ട് പറയുക, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ. ഞാൻ ക്രൂശിൽ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ജഡത്തിൽ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു.
എന്താ? എന്തെങ്കിലും കുറവായി ഉണ്ടോ? ക്രൂശിൽ നമ്മൾ കേട്ട ആ ശബ്ദം എന്താ? ക്രൂശിൽ നിന്ന് കേട്ട ശബ്ദം സകലവും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നല്ലേ? അവിടെ കുറവായി ഒന്നുമില്ലല്ലോ. ഒരു മുൾക്കിരീടം വെച്ചു, രോമമെല്ലാം പിഴുതു കളഞ്ഞു, അവന്റെ പുറം ഉഴവ് ചാലുകൾ പോലെയായി, കുന്തം കൊണ്ട് കുത്തുന്നു, വെള്ളവും രക്തവും പുറപ്പെടുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അവിടെ എല്ലാം പൂർത്തിയായില്ലേ? പിന്നെന്താ ശുശ്രൂഷ ചെയ്യുന്ന പൗലോസ് പറയുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത്. എന്താ കുറവായിട്ടുള്ളത്? ശ്രദ്ധിച്ച് കേൾക്കണമേ. രക്ഷയോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സാൽവേഷൻ ഓനുള്ള ബന്ധത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഒരാൾക്കും അതിനോട് ഇനി ഒന്നും കൂട്ടാനില്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സാൽവേഷനോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിച്ചു. പക്ഷേ സ്പ്രെഡിനു വേണ്ടി, ആ വാക്കുകൾ ശ്രദ്ധിക്കണം. സാൽവേഷൻ പൂർത്തീകരിച്ചു, പക്ഷേ സ്പ്രെഡിനു വേണ്ടി. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, പ്രൊപ്പിസിയേഷൻ എന്നാ പറയുന്നത്. പ്രൊപ്പിസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്ത മരണം പൂർത്തീകരിച്ചു. എനിക്കിനി ഒന്നും ചെയ്യാനില്ല, സകലവും നിവൃത്തിയായി. എന്നെ നിരപ്പിക്കുവാൻ വേണ്ടി, കൊലോസ്യ ലേഖനം 1:12-14 വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ, എന്നെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി, എന്നെ ദൈവരാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, എന്നെ റെക്കൺസൈൽ ചെയ്യാൻ വേണ്ടി, എന്നെ റെഡീം ചെയ്യാൻ വേണ്ടി, രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രൊപ്പിസിയേഷന് വേണ്ടിയുള്ളതെല്ലാം ചെയ്തു. പക്ഷെ പൗലോസ് ക്രൂശിൽ നോക്കുമ്പോ എന്താ കാണുന്നതെന്നറിയാമോ? ഈ പ്രൊപ്പഗേഷൻ കഴിഞ്ഞു, പക്ഷെ പ്രൊപ്പഗേഷൻ ഉണ്ട്. സാൽവേഷൻ കഴിഞ്ഞു, പക്ഷെ സ്പ്രെഡ് ഉണ്ട്. എന്നോട് പറയാം, രക്ഷയോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിച്ചു, പക്ഷെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവെന്ന് പറഞ്ഞാൽ, ഈ രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുവാൻ, ഈ രക്ഷയുടെ സന്ദേശം പടർത്തുന്ന ഏവർക്കും യേശുവിന് വെച്ച കഷ്ടാനുഭവങ്ങളിൽ ബാക്കി ഇങ്ങോട്ട് കിട്ടുമെന്ന്. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഐ റിജോയ്സ് ഇൻ മൈ സഫറിങ്. കാരണം ക്രിസ്തുവിന് വേണ്ടി ലോകം വെച്ച ആ പീഡനം ഞാൻ ഏൽക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടിയല്ല, ഈ രക്ഷയുടെ ദൂത് പറയുവാൻ വേണ്ടി. പ്രിയ ദൈവമക്കളെ, പ്രിയ കർത്താവദാസന്മാരെ, നിങ്ങളൊക്കെ ആയിരിക്കുന്ന മേഖലയിൽ, താമസിക്കുന്ന ഇടങ്ങളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിന്റെ മക്കളായിട്ടുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു പാസ്റ്ററുടെ മകനായി ഞാൻ വളർന്നു വന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെയും ഞാൻ എപ്പോഴും ചിന്തിക്കും. സ്കൂളിൽ പോകുമ്പോ പാസ്റ്ററിന്റെ മകൻ എപ്പോഴും വേറെ രീതിയിൽ ആൾക്കാർ കാണുന്നത്. പാസ്റ്ററുടെ മോനായല്ലേ, ഓഹോ, മറ്റുള്ള ആൾക്കാരെ പോലെ അല്ല. ഒരു സെൻസ് ഓഫ് ഷെയിം ഉള്ളതുപോലെ, നിന്റെ പപ്പ പാസ്റ്ററായല്ലേ. പൗലോസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? ആ ഐഡന്റിറ്റി മറച്ചു വെക്കണ്ട. കാരണം ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ജഡത്തിൽ പൂർത്തീകരിക്കുന്നു. യേശുപ്പച്ചനോട് ലോകത്തിന് പറയാനുള്ളത് ഞാൻ നിന്നോണ്ട് കേൾക്കുന്നു. ഞാൻ ചെയ്ത കുറ്റത്തിന് വേണ്ടിയല്ല കേൾക്കുന്നത്, യേശുവിനോട് ലോകം പറയാനുള്ളത് കേൾക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത്ര വലിയ ദൗത്യം എനിക്ക് കിട്ടിയല്ലോ, അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 2 പദങ്ങൾ ഈ 24-ാം വാക്യത്തിൽ ഉള്ളത് ഞാൻ നിങ്ങളെ എടുത്ത് കാണിപ്പാൻ തുടങ്ങുകയാണ്. 24-ാം വാക്യത്തിലെ 2 പദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ജഡത്തിൽ എന്നുള്ള പദം കണ്ടോ? അവന്റെ ശരീരത്തിൽ എന്നുള്ള ആ പദം കണ്ടോ? എന്താ പ്രിയ ദൈവമക്കളെ പൗലോസിന്റെ കാഴ്ചപ്പാടിലുള്ള ശുശ്രൂഷ? നോട്ട് ഗ്രോയിങ് ഹിസ് കിങ്ഡം, ഹി ഈസ് വർക്കിംഗ് ഫോർ ഗോഡ്സ് കിങ്ഡം. രണ്ടാമത് നമ്മൾ കണ്ടത്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സഫറിംഗ് ഹി ഈസ് റിജോയ്സിങ്. He is not waiting for suffering to get over. കഷ്ടം കഴിഞ്ഞിട്ട് സന്തോഷിക്കാനല്ല, അതിൻ്റെ നടുവിൽ സന്തോഷിക്കുക. പക്ഷെ ഈ 2 കാര്യങ്ങൾ, ജഡത്തിൽ, ശരീരത്തിന്, ഇതെന്തിനാ ഞാൻ ഈ 2 പദവും എടുത്തു പറഞ്ഞതെന്നറിയാം? ഈ ജഡത്തിൽ എന്നുള്ള പദം ആദ്യമായിട്ടല്ല ഈ കൊലോസ്യ ലേഖനത്തിൽ 24-ാം വാക്യത്തിൽ കാണുന്നത്. എഴുത്തുകാരനായ പൗലോസ് എഴുതുമ്പോ
ഈ ജഡത്തിൽ എന്നുള്ള പദം ഇതിനു മുമ്പ് ഒരു വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം മനസ്സിലാക്കുമ്പോഴേ പൗലോസിന് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ ആ വലുപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഏത് വാക്യത്തിലാണെന്നറിയാമോ? 1:22 വാക്യം ശ്രദ്ധിക്കൂ. എന്റെ ജഡത്തിൽ ഞാൻ പൂരിപ്പിക്കാമെന്ന് പറയുമ്പോ ആ ജഡം, ഫ്ലഷ് എന്നുള്ള പദം 22 വാക്യത്തിൽ കാണുന്നു. 22 വാക്യത്തിൽ എന്താ പൗലോസ് പറയുന്നത്? ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ, യേശുവിനെ കുറിച്ച് പറയാ, യേശു ഇപ്പോ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഓഹോഹോ, ആ വാക്കുകൾ കണ്ടോ? വാട്ട് ഈസ് മിനിസ്ട്രി? എന്താ മിനിസ്ട്രി എന്ന് ചോദിച്ചാൽ, ഞാൻ യേശുവിനെ നോക്കുമ്പോ യേശുവിന്റെ ജഡത്തിൽ ഒരു കാര്യം നടന്നു. എന്തോ നടന്നു? നിരപ്പ് നടന്നു. അങ്ങനെയല്ലേ 22 പറയുന്നത്? ആ ജഡത്തിൽ, ആ ഫ്ലഷിൽ, യേശുവിന്റെ ജഡത്തിലേറ്റ കഷ്ടങ്ങൾ കൊണ്ട് നിരപ്പ് വന്നു. 22 വാക്യം, ശത്രുക്കളായിരുന്ന നിങ്ങളെ വിശുദ്ധരാക്കി, നിഷ്കളങ്കരാക്കി. എങ്ങനെ? ജഡത്തിൽ. ആരുടെ ജഡത്തിൽ? യേശുവിന്റെ ജഡത്തിൽ. പക്ഷെ പൗലോസിന്റെ ശുശ്രൂഷയുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാം? ആ വലിയ ത്യാഗത്തിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജഡം വെച്ച് കൊടുക്കുകയാ. യേശുവിന്റെ ജഡത്തിൽ ചെയ്തത് കണ്ട് ഹല്ലേലൂയ, സ്തോത്രം, എന്നെ കർത്താവ് വേലയ്ക്കായി വിളിച്ചല്ലോ, സ്തോത്രം. അല്ല അല്ല അല്ല, അതല്ല പൗലോസിന്റെ ശുശ്രൂഷയുടെ സങ്കല്പം. അതല്ല പൗലോസിന്റെ ശുശ്രൂഷയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ, ഓ ആ വലിയ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു, ഈ സദ്വർത്തമാനം ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞേക്കാം. അതല്ല പൗലോസിന്റെ ശുശ്രൂഷയുടെ കാഴ്ചപ്പാട്. ആ ജഡത്തിലേറ്റ കഷ്ടാനുഭവങ്ങൾ കൊണ്ട് നിരപ്പ് വന്നെങ്കിൽ ഞാൻ എൻ്റെ ജഡം കൊടുക്കാൻ തയ്യാറാ. എൻ്റെ ജഡത്തിൽ പൂരിപ്പിക്കുവാൻ വേണ്ടി നിരപ്പ് നടന്നു. പക്ഷെ ശുശ്രൂഷയ്ക്കായി എൻ്റെ ജഡം ഞാൻ കൊടുക്കാൻ തയ്യാറാ. ദിസ് ഈസ് എ ബിഗ് ചാലഞ്ച് ഫോർ ഓൾ ഓഫ് us. എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ ഇതൊരു വെല്ലുവിളിയാ. പലരും, അയ്യോ അത് വളരെ രസകരമാണ്, പലരുടെയും ജീവിത ശൈലി കാണുമ്പോൾ, പലരുടെയും സാമ്പത്തിക ഇടപാടുകൾ കാണുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ശുശ്രൂഷ എന്നുള്ളത് ഒരു മീൻസ് ആണ്. പലപ്പോഴും മീൻസ്. എന്തിനുള്ള മീൻസ് ആണെന്നറിയാമോ? ടു ഗ്യാദർ മണി. പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാ ശുശ്രൂഷ. വളരെ സങ്കടകരത്തോടാണ് ഞാനിത് പറയുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ളവരുടെ എണ്ണം ധാരാളം. ഒരു 30 വർഷത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ പറയാനുള്ള ടെസ്റ്റ് മണി എന്താന്ന് ചോദിച്ചാൽ, എനിക്കൊരു സൈക്കിള് മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ 30 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് എനിക്കിന്ന് എല്ലാം ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ കേൾക്കുന്ന പല പോപ്പുലർ പ്രീച്ചേഴ്സിനും, വലിയ പ്രസിദ്ധരായ കൺവെൻഷൻ പ്രഭാഷകർക്കും വലിയ സുവിശേഷകർക്കും പറയാനുള്ള സാക്ഷ്യം ഇതാ: എല്ലാം എനിക്കിന്നുണ്ട്, ഞാൻ വലിയ മുതലാളിയായി മാറി. വലിയ മുതലാളി, റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ച കൺവെൻഷൻ പ്രഭാഷകരുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എവിടെ കിട്ടി പാസ്റ്ററെ പൈസ? അതെല്ലാം ഈ സുവിശേഷം പ്രസംഗിച്ച ആൾക്കാർ കൊടുത്ത ഓഫറിങ്ങാ. ഇതെല്ലാം കൊണ്ട് ബാങ്കിലിട്ട് മക്കളെ എല്ലാം അമേരിക്കയിലും അയച്ച് കുറെ വസ്തുക്കളും വാങ്ങിച്ച് മുതലാളിമാരായി തീർന്നു. ഇവരാണ് ദൈവസഭയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഞാൻ പറയാം, ഇവരാണ് വെല്ലുവിളി. എങ്ങനെ? കപടവേലക്കാർ, ഇതൊരാദായ സൂത്രമാക്കി മാറ്റിയവർ, ദൈവസഭയെ വിറ്റ്, കൺവെൻഷൻ വേദികളെ വിറ്റ് പൈസ ഉണ്ടാക്കി സ്വാർത്ഥരായി മാറിയ ശുശ്രൂഷകർ. ഇവർ വെല്ലുവിളിയാണ്. അവിടെ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ജഡം വെച്ച് കൊടുക്കാൻ തയ്യാറാണ്. അയ്യോ, അപ്പം പാസ്റ്റർ പൈസ ഒന്നും ഇല്ലാതാണോ ജീവിക്കുന്നത്? പാസ്റ്റർ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? എനിക്ക് പൈസ വേണം, നിങ്ങൾക്കും പൈസ വേണം. പൈസ ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ ഒക്കത്തില്ല.
വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. 1 കൊരിന്ത്യർ 9 റൈറ്റാണ് സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക്. 2 തെസ്സലോനിക്കർ 3-ാമത്തെ അധ്യായത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ റൈറ്റാണ്. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് പണം വാങ്ങിക്കുന്നതിനെ കുറിച്ചല്ല, പണക്കാരനാകാനുള്ള ആ വ്യഗ്രതയെ കുറിച്ചാണ്. സുവിശേഷ വേല പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം പൗലോസ് ഇവിടെ ഉയർത്തുന്ന വെല്ലുവിളി, ഞാൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു, ഞാൻ എൻ്റെ ജഡത്തിൽ ആ മാതൃക, ക്രൂശിൽ കണ്ട മാതൃക, ആ മാതൃക എന്താ? തന്നെത്താൻ താഴ്ത്തിയ മാതൃക. ആ മാതൃക എന്താ? സ്വന്തം ശരീരം ഏൽപ്പിച്ചു കൊടുത്ത് മറ്റുള്ളവരെ അടുപ്പിക്കുന്ന, ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന മാതൃക. അതുപോലെ ശുശ്രൂഷ, എന്റെ പദവികൾ ഉപേക്ഷിച്ച് എനിക്ക് വെക്കാമെന്ന, എനിക്കുണ്ടാക്കാവുന്ന സാമ്പത്തിക ലാഭങ്ങൾ മാറ്റിവെച്ച് ശുശ്രൂഷയിലൂടെ ദൈവജനത്തെ യേശുവിങ്കലേക്ക് അടുപ്പിക്കുന്ന ശ്രേഷ്ഠകരമായ ശുശ്രൂഷയെ കുറിച്ചാണ് പൗലോസ് പറയുന്നേ. നമ്മുടെ സമയം അതിവേഗം കടന്നു പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ശരീരമെന്നോട് ഒന്ന് നോക്കിയേ. ആ ജഡമെന്നുള്ളത് ഞാൻ പറഞ്ഞു. ജഡമെന്നുള്ള പദം യേശുവിന്റെ ജഡം 1:22. ആ ജഡത്തിലുള്ള കഷ്ടങ്ങൾ കണ്ടപ്പം പറയുക, ഞാൻ എൻ്റെ ജഡം തന്നേക്കാം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു പോവുകയല്ല. ക്രിസ്തുവിന്റെ ജഡം കണ്ടപ്പോ, ആ ക്രൂശ് കണ്ടപ്പോ, ഞാൻ എൻ്റെ ജഡവും തരാം. എവിടെ കിട്ടി പൗലോസേ ഈ വാക്ക്? അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇതെവിടെ കിട്ടി? ശരീരമെന്നുള്ള വാക്കും 24-ാം വാക്യത്തിൽ ആദ്യമായിട്ടല്ല കാണുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവവചനം പഠിക്കുമ്പോൾ വളരെ മനോഹരമാണ് ആ മുമ്പുള്ള വാക്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്നത്. ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ ഇത് എനിക്ക് വേണ്ടിയല്ല. പൗലോസ് പറയുക, I am considering it as a privilege. ഇങ്ങനെ ഒരു പദവിയായിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷ കാണുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, ഇത് അവന്റെ സഭയായ ശരീരം. അത് എവിടെ കിട്ടി? എവിടെ കിട്ടി ശരീരം എന്നുള്ള പദം? 1:18 ശ്രദ്ധിക്കൂ. അവിടെ എഴുതിയിട്ടുണ്ട് ശരീരം. ജഡമെന്നുള്ളത് 22 എഴുതിയിട്ടുണ്ടെങ്കിൽ ശരീരമെന്നുള്ള വലിയ സങ്കല്പം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 18 ഇപ്രകാരമാ, അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയും. ഒരു ഭയങ്കര ബോധ്യമുണ്ട്. ഞാൻ ആർക്ക് വേണ്ടിയായി അധ്വാനിക്കുന്നത്? ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ശരീരത്തിന് വേണ്ടി. ഈ ശരീരത്തിന്റെ തല ആരാണ്? ഈ ശരീരത്തിന്റെ തല മൂക്കിൽ ശ്വാസമുള്ള ഒരു വ്യക്തിയല്ല, ഒരു വലിയ മൾട്ടി മില്യനെയർ അല്ല. ഈ ശരീരത്തിന്റെ തല ആരാണെന്നുള്ള വിവരണം 1-ാം അധ്യായം 15 മുതൽ എഴുതിയിട്ടുണ്ട്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണവൻ, ആദ്യ ജാതനാണവൻ, എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണവൻ, സകലവും അവൻ നിമിത്തമാണ് ഉണ്ടായത്. ഈ വലിയ യേശു തലയായിരിക്കുന്ന ശരീരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജഡം കൊടുക്കാൻ തയ്യാറാ. യേശുവിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടാണ് ഈ 1:24 പ്രതിഫലിക്കുന്നത് മുഴുവൻ. എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സെമിനാരിയിലും കിട്ടത്തില്ല, ഇതൊരു ബുക്കിലും കിട്ടത്തില്ല. ഇത് ശരിക്കും കർത്താവായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെയ്തു തരണം. എന്തെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ആ രൂപം നമ്മൾ കാണുമ്പോഴാ എൻ്റെ ജീവിതശൈലി മാറുന്നത്. യേശുവിന്റെ ക്രൂശിതമായ രൂപത്തിന്റെ വെളിപ്പാട് കിട്ടുമ്പോ എന്റെ വർക്കല്ലിത്, ഇത് ദൈവരാജ്യമാ. ദിസ് ഇസ് നോട്ട് മൈ കിങ്ഡം. ഞാൻ ശുശ്രൂഷിക്കുന്നതോ സഭയോ കോളേജോ ഇതെല്ലാം എൻ്റെ അല്ല, ഇത് ദൈവരാജ്യമാ. അതുകൊണ്ടാ വേറൊരാളുടെ സക്സസിൽ സന്തോഷിക്കാൻ ഒത്തത് പോരാ, അതുകൊണ്ടാ കഷ്ടത്തിൽ സന്തോഷിക്കാൻ ഒക്കുന്നത്. കാരണം ഇത് യേശുവിന് വേണ്ടിയാ, ഇത് എൻ്റെ മേന്മയുടെ കാര്യമല്ല ഇത്. അതുകൊണ്ടാ ഇവിടെ പറയുന്ന എൻ്റെ ജഡം ഞാൻ കൊടുക്കാൻ തയ്യാറാ. യേശുവിന്റെ ജഡത്തിന്റെ ദർശനമുള്ളത് കൊണ്ട് എൻ്റെ ജഡം ഞാൻ കൊടുക്കാൻ തയ്യാറാ.
യേശു തലയായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി ഞാനും അധ്വാനിക്കാൻ തയ്യാറാ. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഒരു തീരുമാനം എടുക്കണം. എന്തിന്റെ തീരുമാനമാണെന്നറിയാമോ? ഈ ലോകത്തിൽ സ്ഥാനം കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഈ ലോകത്തിൽ മാന്യത കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഈ ലോകത്തിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും സാരമില്ല, വലിയ ഉന്നത സെറ്റപ്പിൽ വന്നില്ലെങ്കിലും സാരമില്ല, യേശുവിന്റെ ശരീരത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊത്താൽ, ആ യേശുവിന് വേണ്ടി അധ്വാനിക്കാനൊത്താൽ, എന്റെ ജഡത്തിൽ ആ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് പൂർത്തീകരിക്കാനൊത്താൽ, അതിനെക്കാട്ടിൽ വലിയ ഭാഗ്യം എന്താണുള്ളത്? അത് എത്ര ഉന്നതമായ കാഴ്ചപ്പാടാ. 1:28 വരിക. 1:24 ആ ജീവിത ശൈലിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസിന്റെ ജീവിത ശൈലി അത് യേശുവിന്റെ ദർശനത്തിൽ നിന്ന് ഉടലെടുത്തു വന്നൊരു ജീവിത ശൈലിയാണ്. അത് സ്വസ്നേഹത്തിന്റെ ജീവിത ശൈലിയല്ല, അത് ജനറസ് ആയ, സെൽഫ്ലെസ് ആയ, സെൽഫിഷ് അല്ല, സെൽഫ്ലെസ് ആയ ജീവിതശൈലി. അത് കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്ന ജീവിതശൈലി. അത് ശരീരത്തെക്കുറിച്ചുള്ള വെളിപ്പാടുള്ള, ജഡമേൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതശൈലി. ഇനി 1:28 പ്രധാനമായി എനിക്ക് നിങ്ങളെ കാണിക്കണം. പൗലോസിന്റെ ആ ജീവിത ശൈലി മാത്രമല്ല, ജീവിത ദർശനവും ദൗത്യവും. പോൾസ് മിഷൻ എന്തായിരുന്നു? പോൾസ് ലൈഫ് മാത്രമല്ല, പോൾസ് ലൈഫിനെ കുറിച്ച് 1:24 പറഞ്ഞേ. വാട്ട് വാസ് പോൾസ് മിഷൻ? പൗലോസിനെ ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയാൽ എന്താ പൗലോസിന്റെ മനസ്സിൽ ഇരിക്കുന്നേ? ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടുന്ന് മാറി, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ, ഇഫ് പോൾ വാസ് ഹിയർ, ഇന്ന് നമ്മളോട്, ഞാനും നിങ്ങളുടെ കൂടെ ഒരു അറ്റൻഡി ആയിട്ടിരിക്കുക, ഇന്ന് പൗലോസ് ആയിരുന്നു സംസാരിച്ചതെങ്കിൽ നമ്മളോട് ഏവരോടും ഇന്നത്തെ ഈ ഗ്യാതറിംഗിൽ, ഇഫ് പോൾ വാസ് സ്പീക്കിംഗ് ടു അസ്, നമ്മൾ എന്ത് കാര്യമായിരുന്നേനെ കേട്ടത്? വാട്ട് വാസ് ഹിസ് മിഷൻ? 28 വാക്യം ശ്രദ്ധിക്കൂ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും. എന്തുവാ ലക്ഷ്യം? പാസ്റ്ററായി ഇരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? ടീച്ചറായി ഇരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? അധ്യാപകനാകട്ടെ, അപ്പോസ്റ്റലാകട്ടെ, പ്രോഫറ്റ് ആകട്ടെ, ഇവാഞ്ചലിസ്റ്റ് ആകട്ടെ, പാസ്റ്റർ ആകട്ടെ, ടീച്ചർ ആകട്ടെ, ജീവിത ശൈലി 1:24 പോലെ വേണം. ജീവിത ദൗത്യം എന്താ? ഒരു സഭാഹോള് കെട്ടണം, അതാണോ ജീവിത ദൗത്യം? എന്റെ ആയുസ്സിൽ ഒരു 10 ചർച്ച എനിക്ക് സ്ഥാപിക്കണം, അതാണോ ജീവിത ലക്ഷ്യം, ജീവിത ദൗത്യം? ഇന്നത്തെ അന്തരീക്ഷത്തിൽ 10 അല്ല 20 സഭകൾ സ്ഥാപിക്കാം. പലരും സ്ഥാപിക്കുന്നതായി നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. എങ്ങനെ ചോദിച്ചാൽ പല സഭകളും വാങ്ങിക്കുക, ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുക. അങ്ങനൊന്നും അല്ല പൗലോസിന്റെ ജീവിതത്തിന്റെ ദൗത്യം. ഒരു സഭ പോയി വാങ്ങിക്കുകയല്ല, വിലപേശൽ നടത്തുകയല്ല. ഇത്ര രൂപ വെച്ച് തരാം, ഞങ്ങളുടെ കൂടെ പോരെ, അതല്ല. നോ 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 നോ. എന്താ ദൗത്യം? ഒറ്റ ദൗത്യമേ ഉള്ളൂ. 28 വാക്യം. ഏത് മനുഷ്യനെയും, ഏത് മനുഷ്യനെയും 3 പ്രാവശ്യം ആ വാക്യത്തിൽ കാണുന്നുണ്ട്. നോക്കിയേ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം, അതുകൊണ്ട് ഏതു മനുഷ്യനോടും പ്രബോധിപ്പിക്കും, ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും. നിങ്ങൾ കണ്ടോ? അടിവരയിട്ടാൽ 3 പ്രാവശ്യം പറയുന്നു, ടു ഓൾ മെൻ. ഏത് മനുഷ്യൻ. അതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? ആ ഏത് മനുഷ്യനെ എന്ന് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ കുറഞ്ഞത് എന്റെ ദൗത്യം അല്ലെന്നാ പൗലോസ് പറയുന്നത്. എന്റെ ലക്ഷ്യം മുഴുവൻ ഇതാ. ഞാനൊരു ദേശത്ത് പോകുന്നത് ഇതിനു വേണ്ടിയാ. ഏത് മനുഷ്യനെയും എനിക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം, അതിനുവേണ്ടി ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു, അതുകൊണ്ട് ഏത് മനുഷ്യനെയും ഉപദേശിക്കുന്നു. ഏത് മനുഷ്യനെ, എല്ലാവരെയും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഇതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചതാ, കർത്താവേ, എന്റെ കേൾവിക്കാരിൽ എല്ലാവരിലും, ഇത് കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല. See how Paul is owning up his mission. എല്ലാവരെയും എനിക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ പോലെ ആയി കാണണം എൻ്റെ കോൺഗ്രിഗേഷൻ മുഴുവൻ. ഞാൻ ഒരു കാര്യം പറയാം, 1:24 പ്രകാരമുള്ള ജീവിത ശൈലി ഇല്ലാത്ത ഒരു ശുശ്രൂഷകനും 1:28 ദൗത്യം കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല.
ഒന്നുകൂടെ പറയാം. 1:24 ക്രിസ്തുവിന്റെ ജീവിത ശൈലി ഇല്ലാത്തൊരു ശുശ്രൂഷകന് 1:28 സഭയിലുള്ളവർ യേശുവിനെ പോലെ ആയിത്തീരുന്നത് കാണാൻ ഒക്കത്തില്ല. ഇവിടാണ് അതിന്റെ പ്രധാന കാര്യം. 1:24 പൗലോസ് പറയുക, ഞാൻ യേശുവിനെ പോലെ ആയിത്തീരുക, എന്റെ ജഡം യേശുവിനുള്ളതാ, ഞാൻ ശരീരത്തിൽ പൂരിപ്പിക്കാൻ തയ്യാറാ. ആ മനുഷ്യനാ പറയുന്നത്, എന്റെ ജീവിത ദൗത്യം നിങ്ങളിൽ എല്ലാവരും യേശുവിനെ പോലെ ആകുന്നത് കാണണം. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി കാണണം. തികഞ്ഞവനായി കാണണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ഏവരും ചെയ്യണം. 1:28 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ശുശ്രൂഷകന്മാരും, ഞാൻ, നിങ്ങൾ എല്ലാവരും, നമ്മളേവരും അടിയന്തരമായി മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. അതുകൊണ്ട് പെന്നോ പേപ്പറോ എല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡിലാണെങ്കിലും ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഇത് വിട്ടുപോകരുത്. ഇവിടെ ഇംബാലൻസ് വരുന്നതാണ് ക്രിസ്തുവിന്റെ സ്വരൂപം നമ്മുടെ ജനങ്ങളിൽ കാണാത്തത്. ക്രിസ്തുവിൽ തികഞ്ഞവരായി നമ്മുടെ കോൺഗ്രിഗേഷൻ കാണപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ ശുശ്രൂഷകർ വേണം. എന്താ? ഒന്ന് നോക്കിക്കേ, ഞങ്ങൾ അറിയിക്കുന്നതിൽ എന്നൊരു പദം. 28ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ പ്രൊക്ലെയിം, മലയാളത്തിൽ അറിയിക്കുക. അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്, അറിയിക്കുക, പ്രൊക്ലെയിം ചെയ്യുക. അതേ കാര്യം തന്നെയാ വാസ്തവത്തിൽ 1:23 കാണുന്നത് കേട്ടോ. 23 അതിനെ വെച്ചിരിക്കുന്ന പദം ഘോഷിച്ചും എന്നൊരു പദമാണ്. നോക്കിക്കേ, 23 നമ്മൾ ഏവരും ഘോഷിക്കുന്നവരാ, അറിയിക്കുന്നവരാ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം, നമ്മുടെ കോൺഗ്രിഗേഷനിൽ ക്രിസ്തു സ്വഭാവം കാണണമെങ്കിൽ ഒന്ന് നമ്മൾ അറിയിക്കണം. എന്താ അറിയിക്കേണ്ടത്? 1:23 അറിയിക്കുക എന്നുള്ളതിന് ഘോഷിക്കുക, പ്രൊക്ലെയിം ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ കൺവെൻഷനിലൊക്കെ ചെയ്യുന്നത് അതാ, നമ്മൾ ഘോഷിക്കുകയാ, ഭയങ്കര പ്രസംഗം നടത്തുക. യേശു എത്ര മഹാൻ എന്ന് നോക്കുവീൻ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. നമ്മൾ ഘോഷിക്കുകയാ, നമ്മൾ പ്രൊക്ലെയിം ചെയ്യുക. അത് വേണ്ടായോ? വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ അത് മാത്രം പോരാ. അവിടെ മാത്രം ഈ പ്രൊക്ലമേഷൻ മാത്രമാണെങ്കിൽ, അറിയിക്കുന്നതാ, ഘോഷിക്കുന്നത് മാത്രമാണെങ്കിൽ ഈ ലക്ഷ്യം കാണത്തില്ല. പിന്നെ എന്തുകൂടെ വേണമെന്നറിയാം? നോക്കിയാ പദം ശ്രദ്ധിച്ച ആ വാക്യം, പ്രബോധിപ്പിക്കുക. അറിയിക്കുക മാത്രമല്ല, പ്രബോധിപ്പിക്കുക. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക. അഡ്മോണിഷൻ. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അസൽ അർത്ഥം എന്താണെന്നറിയാം? തിരുത്തണം. ആരെ തിരുത്തണം? കോൺഗ്രിഗേഷനെ തിരുത്തണം. നമ്മള് ഈ ഘോഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഘോഷിക്കണം, പക്ഷെ തിരുത്തണം. ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. തിരുത്തിയാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, പലരും തിരുത്തത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, തിരുത്തിയാൽ അടുത്ത പ്രാവശ്യം വിളിക്കത്തില്ല, അല്ലെങ്കിൽ തിരുത്തിയാൽ കോൺഗ്രിഗേഷൻ എല്ലാം കൂടെ നമുക്ക് എതിരാവും. ഞാൻ പലപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. പലയിടത്ത് ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ കർത്താവ് ഒരു വചനം മനസ്സിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഉറപ്പായിട്ടും അറിയാം അത് പൂർണ്ണ സത്യമായി തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ സൂമിൽ നിന്ന് പലരും ഇറങ്ങിപ്പോവും. അതും കണ്ടിട്ടുണ്ട്. ഈ സൂം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേളിൽ എഴുതി വരും ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. കാരണം ഇതല്ല കേൾക്കാൻ ആഗ്രഹിച്ചേ. പക്ഷെ കർത്താവ് തന്നെ ആലോചന പറയാതിരിക്കാൻ ഒക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർക്ക്. ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ നേരിടുന്ന എന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ പ്രാവശ്യവും ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മനുഷ്യരുടെ മുഖം നോക്കി ശുശ്രൂഷിച്ചാൽ ആ കറക്ഷൻ ചെയ്യാനൊക്കത്തില്ല. കാരണം നമ്മളെ സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, എന്നെ സഹായിക്കുന്നവരുണ്ട്, നിങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവരുടെ മുഖത്ത് നോക്കി ഒരു കറക്ഷൻ പറയുന്ന കാര്യം വലിയ പ്രയാസമാണ്. പക്ഷെ അവിടെ പൗലോസ് ഒരു ഉന്നത നിലവാരം. എഫെസസുകാര്, ആ എഫെസസിൽ നിന്ന് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20 യാത്ര പറയാൻ നേരം പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് പ്രയോജനം വരുന്നതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ആരുടെയും മുഖം നോക്കി അല്ല ശുശ്രൂഷിച്ചത്. നിങ്ങളുടെ ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ
നമ്മൾ സാധാരണഗതി പറയും, ഞാൻ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ ചോദിക്കത്തുമില്ല എന്ന് പറയും. പക്ഷെ പൗലോസിന്റെ സാക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ ചോദിച്ചിട്ടില്ല എന്നല്ല, ഞാൻ മോഹിച്ചിട്ട് പോലുമില്ല, എന്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഗലാത്യ ലേഖനം 1 പറയുന്നത് 8-9 വാക്യങ്ങളിൽ, യേശുവിനെ മാത്രമേ ഞാൻ പ്രസാദിപ്പിക്കത്തുള്ളൂ. ഞാൻ ഇന്നും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, അത് വലിയ ചലഞ്ചാ. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുക. 2 തിമോത്തിയോസ് 3:16 ദൈവവചനത്തിന്റെ പ്രധാന ഉദ്ദേശം ടു കറക്റ്റ്, റബ്യൂക്ക് ആൻഡ് എക്സോർട്ട്. ഇതേ കാര്യം തന്നെയാ റോമാലേഖനം 15:14 തിരുത്തണം. 1 തെസ്സലോനിക്കർ 5:12 തിരുത്തണം, പ്രബോധിപ്പിക്കണം. 2 തെസ്സലോനിക്കർ 3:15 പ്രബോധിപ്പിക്കണം. ഘോഷിച്ചാ മാത്രം പോരാ, പ്രബോധിപ്പിക്കണം. ഞാൻ വളരെ താഴ്മയോട് ചോദിക്കട്ടെ, വളരെ വിനയത്തോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ ഏവരുടെയും ശുശ്രൂഷ ഒന്ന് വിലയിരുത്തി നോക്കാം. നമ്മൾ പ്രബോധിപ്പിക്കാറുണ്ടോ? തിരുത്താറുണ്ടോ? കറക്റ്റ് ചെയ്യാറുണ്ടോ? പുൾപിറ്റിൽ നിൽക്കുമ്പോൾ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം, ചിലപ്പോൾ വസ്ത്രധാരണത്തിന്റെ ആയിരിക്കാം, ചിലപ്പോൾ കുടുംബങ്ങളിലെ കാര്യമായിരിക്കാം, തിരുത്താറുണ്ടോ? അതോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവനാ, അതാണോ? പലരും കേൾക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഏറ്റവും വലുതെന്നാ. ഞാൻ അങ്ങനല്ല കരുതുന്നത്. പൗലോസിനെ പലർക്കും ഇഷ്ടമല്ല. കാര്യം എന്താണെന്നറിയോ? സത്യം മുഖത്ത് നോക്കി പറയും. കാരണം മനുഷ്യന്റെ ശുശ്രൂഷകനല്ല പൗലോസ്, യേശുവിന്റെ ശുശ്രൂഷകനാ. അവരിൽ ക്രിസ്തു എന്ന സ്വഭാവം കാണുവാൻ വേണ്ടി താൻ തിരുത്തും, പ്രബോധിപ്പിക്കും. ആരെയൊക്കെ പ്രബോധിപ്പിക്കും? ഏത് മനുഷ്യനെയും. കാരണം അങ്ങനെ ഒക്കത്തുള്ളൂ. ഇവിടെ വലിയൊരു ഒരു കാര്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം അറിയിക്കണം, ഘോഷിക്കണം. 2 പ്രബോധിപ്പിക്കണം. ചിലർക്ക് എന്തോയവേ ഉള്ളെന്നറിയോ? ഈ ആദ്യത്തെ 2 ഉള്ളൂ. ഭയങ്കര ഘോഷണമാണ്, ഭയങ്കര പ്രബോധനമാണ്. പ്രബോധനം എന്ന് പറഞ്ഞാൽ ദൈവവചന ശുശ്രൂഷയായിട്ട് അവർ കണ്ടിരിക്കുന്നത് തെറ്റുകൾ വിളിച്ചു പറയുക. ഇന്നാരിങ്ങനെയാണ്, ഇന്നാരിങ്ങനെയാണ്, അന്നാരങ്ങനെയാണ്. ഇത് ഒരു അപൂർണ ശുശ്രൂഷയാണ്. അത്രയും മാത്രം ഞാൻ പറയാം, അപൂർണമാണ്. ചിലർ ചിന്തിക്കുന്ന അവരുടെ മെയിൻ ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യമായിട്ട് അവർ ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും സ്റ്റേജിൽ കയറുമ്പോൾ കുറേ ആളുകളുടെ കുറ്റം അങ്ങ് പറയുക, എന്നിട്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്നു, എല്ലാവരും ഇത് ചെയ്യുന്നു. ഇതാണോ? അതുകൊണ്ടാണ് പെട്ടെന്ന് 3ാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, പ്രബോധനം മാത്രം പോരാ, എന്തോവും വേണം. അടുത്ത എന്താണെന്നറിയാമോ? നോക്കിയേ, ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും. ഒരാൾ പറഞ്ഞത്, ഉപദേശമില്ലാത്ത പ്രബോധനം കണ്ടന്റ് ഇല്ലാത്തതുപോലാണ്. കണ്ടന്റ് ഇല്ല അവിടെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ 3 കാര്യങ്ങൾ എല്ലാ ശുശ്രൂഷകർക്കും അത്യാവശ്യമായി വേണ്ടിയതാണ്. ഘോഷണം വേണം, പ്രബോധനം വേണം, ഉപദേശം വേണം. തീത്തോസിന്റെ ലേഖനം 1-ലും 1 തിമോത്തിയോസ് 3-ലും പാസ്റ്റേഴ്സിനുള്ള ക്വാളിഫിക്കേഷന്റെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. വായിക്കുന്നില്ല, കാരണം സമയം കഴിയുക. 1 തിമോത്തിയോസ് 3-ലും എഴുതിയിട്ടുണ്ട്, തീത്തോസ് 1-ലും എഴുതിയിട്ടുണ്ട്. ഒരുവൻ സഭയുടെ ഇടയനാകണമെങ്കിൽ വേണ്ടിയ യോഗ്യത, അങ്ങനെ വല്ലതും ഉണ്ടോ? യോഗ്യത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ശുശ്രൂഷപരമായിട്ടൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടിയത് എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ എന്നുള്ള ആ ദൗത്യം ചെയ്യാൻ ഒറ്റ ക്വാളിഫിക്കേഷൻ. മറ്റെല്ലാം പറഞ്ഞിരിക്കുന്നത് മോറൽ ലൈഫിനെ കുറിച്ച്, എത്തിക്കൽ ലൈഫിനെ കുറിച്ച്. കുഞ്ഞുങ്ങളെ നല്ലവണ്ണം വളർത്തുന്നവനായിരിക്കണം, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, ശാന്തശീലനായിരിക്കണം, ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ മിനിസ്ട്രിയെ കുറിച്ച്. ഏതാണെന്നറിയാമോ? 2 പറയുന്നത് ഹി ഷുഡ് ബി ഏബിൾ ടു ടീച്ച്, പഠിപ്പിക്കാൻ ഒക്കുന്നവനായിരിക്കണം. പഠിപ്പിക്കാൻ ഒക്കണമെങ്കിൽ
29-ാം വാക്യത്തിൽ 2 പദം എഴുതിയിട്ടുണ്ട്. പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള നമ്മൾ ഏവരും, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കർത്താവിന്റെ വചനം മനസ്സിലാക്കണം, അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. പക്ഷെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം 29-ാം വാക്യം നോക്കണം. ആ 29-ാം വാക്യം ഇല്ലാതെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം ഇത് രാത്രി കിടന്നുറങ്ങുമ്പം ഈ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഡൗൺലോഡ് ഒന്നും ചെയ്യാനൊക്കത്തില്ല പഠിപ്പിക്കാനുള്ള കാര്യം. പലരും ചിന്തിച്ചിരിക്കുന്ന അങ്ങനെയാ, കമ്പ്യൂട്ടറെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ. ഇപ്പൊ കൊലോസ് ലേഖനം 1:24 ഡൗൺലോഡ് ചെയ്താലൊക്കത്തില്ല. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയറും എങ്ങും കിട്ടത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാം? ഉപദേശിക്കുവാൻ ആഗ്രഹമുള്ളവർ, 29-ാം വാക്യം, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അടിവരയിടണം. പ്രബോധിപ്പിക്കാൻ വേണ്ടി ഈ അധ്വാനം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആ ഒരു മനോഭാവം മാത്രം മതി. ഞാൻ മനുഷ്യനെ നോക്കത്തില്ല, ഞാൻ ദൈവം മുമ്പാകെ എനിക്ക് വിശ്വസ്തനാകണം, പ്രബോധിപ്പിക്കാം. പക്ഷെ സകല ജ്ഞാനത്തോട് ഉപദേശിക്കണമെങ്കിൽ അധ്വാനിച്ചാലേ ഒക്കത്തുള്ളൂ. അധ്വാനിക്കാത്ത ഒരാൾക്ക് ഈ പറയുന്ന ഉപദേശം ഭയങ്കര പ്രയാസമാകും. ബുക്കുകൾ വായിക്കേണ്ട വരും, വായിച്ച വാക്യങ്ങൾ പിന്നെയും വായിക്കേണ്ട വരും. പക്ഷെ വളരെ സങ്കടകരത്തോടെ ഞാനൊരു കാര്യം പറയാം. പലരും, ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് പറയാനൊക്കത്തുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഞാൻ പറയാം. അപൂർവം ചിലർ, എല്ലാവരും അല്ല, കണ്ടതിൽ നല്ല ശതമാനം ആൾക്കാര് ഒരു ഞായറാഴ്ചത്തെ യോഗത്തിന് വേണ്ടി ആ തലേ ഞായറാഴ്ച വൈകിട്ട് തന്നെ അടുത്ത ഞായറാഴ്ചത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ധ്യാനിക്കുന്നവരും ഒക്കെയാ. എന്നാൽ അപൂർവം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞായറാഴ്ചത്തെ പ്രസംഗത്തിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പെട്ടെന്ന് ഒരു വെപ്രാളമാണ്. നാളെ പ്രസംഗിക്കണമല്ലോ. രാത്രി ഒരു 8 മണി ആയപ്പോഴാണ് ഭയങ്കര പ്രശ്നം. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ എവിടെയെല്ലാം പ്രസംഗം കിട്ടുമോ. അപ്പൊ ശനിയാഴ്ച രാത്രി 10 മണിക്ക് ഫോൺ ചെയ്യുക, ഒരാള് കൂട്ടുകാരൻ വിളിക്കുക, ഞാനേ നിങ്ങളുടെ സഭയിലോട്ട് നാളെ വരുന്നുണ്ട്. പോര് പ്രൈസ് ദി ലോർഡ്, എനിക്ക് നാളെ പ്രസംഗിക്കണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് വന്നല്ലോ. ഈ യേശുവിനെ പോലെ ആകാതിരിക്കുന്നതിന്റെ തടസ്സം ഇതാ. ഞാൻ തുറന്ന് കാര്യങ്ങൾ പറയാ, പക്ഷെ ചിന്തിക്കുകയോ, ഇതാണ് തടസ്സം. പാസ്റ്ററിന്റെ ജീവിത ശൈലി 1:24. പാസ്റ്ററുടെ ദൗത്യം എന്താന്ന് ചോദിച്ചാൽ, അറിയിക്കുന്നവൻ, ഘോഷിക്കുന്നവൻ പോരാ, പ്രബോധിപ്പിക്കുന്നവൻ പോരാ. പ്രബോധനം കൊണ്ട് നിർത്തരുത്, കണ്ടന്റ് വേണം, കണ്ടന്റ്. ഉപദേശിക്കുന്നവൻ, അവിടെ ദൗത്യം നിറവേറുന്നു. എന്താ ദൗത്യം? യേശുവിനെ പോലെ എൻ്റെ കോൺഗ്രിഗേഷൻ മാറണം, അവരാരോഗ്യമുള്ള വിശ്വാസികളാകണം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകണമെന്ന്. ഗലാത്യ ലേഖനം 4:19 പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ഗലാത്യയിലുള്ള എൻ്റെ പ്രിയ ദൈവമക്കൾ, ക്രിസ്തു അവരിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്നു. അപ്പൊ എന്താ ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ ദൗത്യം? യേശു ഉരുവാകണം. ഒരു കുഞ്ഞകത്തുണ്ടാകുന്നത് പോലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കോൺഗ്രിഗേഷനിൽ യേശുവിന്റെ സ്വഭാവം കാണണം. അവര് പൈസ തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ യേശുവിനെ പോലെ സ്നേഹിക്കുന്നവരാകണം, അവർ യേശുവിനെ പോലെ ക്ഷമിക്കുന്നവരാകണം, കഷ്ടങ്ങളുടെ നടുവിൽ അവർ യേശുവിനെ ധ്യാനിക്കുന്നവരാകണം. എബ്രായ ലേഖനം 12:2 വായിക്കുന്ന പോലെ, തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് കഷ്ടങ്ങൾ, ക്രൂശിനെ സഹിച്ചു, കഷ്ടങ്ങൾ അലക്ഷ്യമാക്കി ആ യേശുവിനെ മാതൃകാ പുരുഷനായി വെക്കുന്ന വിശ്വാസികൾ ഉണ്ടാകണം. അതിനുവേണ്ടി ഈ 3 കാര്യം വേണം: പ്രബോധനം വേണം, ഉപദേശം വേണം, അറിയിക്കണം. അധ്വാനം ആവശ്യമാണ്. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഈ 2 കാര്യവും എളുപ്പമുള്ള കാര്യമല്ല. എന്ത് 2 കാര്യം നമ്മൾ ചിന്തിച്ചത്? ഒന്ന്, ഒരു ശുശ്രൂഷകന്റെ ജീവിത ശൈലി സെൽഫ്ലെസ് ആയ, കഷ്ടതയിൽ സന്തോഷിക്കുന്ന,
ജഡം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ജീവിത ശൈലിയും ജീവിതത്തിന്റെ ദൗത്യം, എന്ത് ദൗത്യം? യേശു ഉരുവാകണം. ഇതൊന്നും എളുപ്പമുള്ളതല്ല. മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകും. അതിലൂടെ പോകുന്നവർ ചിലപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടാകും. അതിലൂടെ പോകുന്നവർ, അങ്ങനെയുള്ള അനുഭവങ്ങൾ. ശരീരത്തിൽ രോഗം ചിലപ്പോൾ വെളിപ്പെടും. ഭയങ്കര ആഗ്രഹമാണ് ശുശ്രൂഷ ചെയ്യണം, പക്ഷെ ശരീരത്തിൽ രോഗം. ചില കർത്തൃദാസന്മാർ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നല്ലായിട്ട് അധ്വാനിക്കുന്നവരാ, വചനത്തിന്റെ കൃത്യത, നിഷ്ഠ ഇതൊക്കെ ഉണ്ട്, പക്ഷെ സ്വന്തം കുഞ്ഞുങ്ങൾ ഈ വഴിയിലല്ല. ആ പ്രാഗൽഭ്യം തന്നെ നഷ്ടപ്പെടുകയാണ്. എന്തെല്ലാം രീതിയിലുള്ള പ്രതിസന്ധിയാണ്. അങ്ങനെയുള്ളവരെ ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എനിക്ക് അറിവുള്ളിടത്തോളം അങ്ങനെയുള്ളവരെ ഞാൻ പരിചയപ്പെട്ടാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഹൃദയം തകർക്കും ആ കാഴ്ച. പിതാവിന് ശുശ്രൂഷിക്കുവാൻ ആ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തുന്ന മക്കൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു വലിയ സദ്വർത്തമാനമുണ്ട്. എന്താണെന്നറിയാമോ സദ്വർത്തമാനം? ആ 1:29 ഒരു പദപ്രയോഗം, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. എന്തിനു വേണ്ടി വ്യാപരിക്കുന്ന? ഈ ക്രിസ്തുവിന്റെ ജീവിത ശൈലിയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, ഈ ക്രിസ്തുവിന്റെ ദൗത്യത്തിലെ നിർവഹണത്തിന് എന്നെ സഹായിക്കുന്ന, അതിനു വേണ്ടി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. പ്രിയ ദൈവമക്കളെ, ഈ ബലത്തോടെ വ്യാപരിക്കുന്ന എന്നുള്ള പദം ഇവിടം മാത്രമല്ല നമ്മൾ കാണുന്നത്. അവിടാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എവിടാണെന്നറിയാമോ ഈ പദം? അടുത്തത് നിങ്ങൾ കാണുന്നത് 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. 2:12, നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസം. നോക്കിക്കേ, അതേ പദമാ 1:29 എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. ഈ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തി എവിടെയും വ്യാപരിച്ചെന്നറിയാമോ? 12 എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തിയാ എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നേ. ആ മരിച്ച് അടക്കപ്പെട്ട് അരിമത്ഥ്യയിലെ യോസഫിന്റെ കല്ലറയ്ക്കൽ ഒരു സാധ്യതയുമില്ലാതെ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് മതവും രാഷ്ട്രീയവും ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, യേശുവേ, യുവർ സ്റ്റോറി ഈസ് ഓവർ. ഇനിയും കാണത്തില്ല, കഴിഞ്ഞു നിന്റെ കഥ. പക്ഷെ 2:12 പറയുക, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച വ്യാപാര ശക്തി. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച വ്യാപാര ശക്തി, പൗലോസ് പറയുക, ആ വ്യാപാര ശക്തി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ കർത്തൃദാസന്മാരെ, എത്രമാത്രം പ്രതീക്ഷയില്ലാത്ത വിഷയമാണെങ്കിലും ആ ബലത്തിന്റെ വ്യാപാരം ഒന്ന് വന്നാൽ നിർജീവ ശരീരങ്ങളിൽ അത് രോഗസൗഖ്യമായി ബലപ്പെടും. ഈ നിമിഷം തന്നെ വിശ്വസിക്കാമോ? ശരീരത്തിലെ രോഗങ്ങൾ എത്രമാത്രം പഴക്കമുള്ളതാണെങ്കിലും ഒരു സാധ്യതയില്ലാത്തതാണെങ്കിലും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ വ്യാപാര ശക്തി ഈ നിമിഷം ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിച്ചാൽ ദൗത്യ നിർവഹണത്തിനുള്ള ഒരു പുതിയ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഇടം മനുഷ്യൻ പറഞ്ഞെന്ന് വെക്ക്, ഇവിടെ സഭ സ്ഥാപിക്കാൻ ഒക്കത്തില്ല, നീ പാക്ക് ചെയ്യും, നീ പാക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോകേണ്ട വരും, നീ നിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ പട്ടിണി കിടക്കും, ഇവിടെ സഭയൊന്നും സ്ഥാപിക്കാൻ ഒക്കത്തില്ല. അതിന്റെ നടുവിൽ 1:29 കയറി പിടിക്കണം. ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. ആ ശക്തിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാറ്റുമില്ല, ഒരു കോളുമില്ല, ഒരു മന്ത്രവാദ ശക്തിയില്ല, ഒരു ആവിചാര ശക്തിയില്ല, ഒരു രാഷ്ട്രീയ ശക്തിയില്ല. ഈ വ്യാപാര ശക്തിയിൽ മുട്ടുമടക്കാൻ ഇരിക്കുന്ന ഒരു ശക്തിയുമില്ല. ഇതാ നമ്മുടെ കോൺഫിഡൻസ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ധൈര്യം ഇതാന്ന് ചോദിച്ചാൽ, ബലഹീനനായ എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ആ ശക്തി എന്നെ കാത്തുകൊള്ളും.
ആ ശക്തി എന്നെ സൂക്ഷിച്ചുകൊള്ളും. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഈ ദൗത്യം നിർവഹിക്കുവാനായി ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊള്ളും. ഈ വ്യാപാര ശക്തി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളതാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിനെ പോലെ ഒരു ജീവിത ശൈലി, 1:24, ജീവിത ശൈലി മാത്രമല്ല, ഒരു ദൗത്യം. എന്താ ജീവിതത്തിന്റെ ദൗത്യം? ഏത് മനുഷ്യനെയും, ഒരാളെ പോലും വിടരുത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകണം. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. ഘോഷിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, ഉപദേശിക്കുവാൻ, അധ്വാനിച്ച്, കണ്ണിന് കാഴ്ച മങ്ങുകയാണെങ്കിലും പിന്നെയും വായിച്ച്, ആ ഉറക്കം വരുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ച്, ധ്യാനിച്ച്, വായിച്ച്, അധ്വാനിച്ച് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ ആ വലിയ ഇടയന്റെ മുമ്പിൽ കണക്ക് കൊടുക്കണമെന്നുള്ള വലിയ ബോധ്യത്തോടെ, തീ നമ്മുടെ പ്രവർത്തികളെ ശോധന ചെയ്യുമെന്നുള്ള ബോധ്യത്തോടെ ശുശ്രൂഷ വളരെ ഗൗരവമായി കാണുകയും വരുന്ന കാലയളവിൽ, വരുന്ന കാലഘട്ടങ്ങളിൽ കുറെ കൂടെ അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. നിങ്ങളോട് ഇത്രയും നേരം ശുശ്രൂഷിച്ച ഞാൻ വളരെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞാനും അപേക്ഷിക്കുകയാണ്. മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ അനേകം റോങ് മോഡൽസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. റോങ് മോഡൽസിനെ എല്ലാം പഴിചാരി പോകുമ്പോൾ, അല്ലെങ്കിൽ റൈറ്റ് മോഡൽസ് വേണമെന്ന് പറയുമ്പോൾ, അതിലൊരുവനായി കാണപ്പെടുവാൻ നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവസന്നിധിയിൽ വിശ്വസ്തനായി, അധ്വാനിക്കുന്നവനായി, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണമെന്നുള്ള ആ വലിയ ദൗത്യത്തോടെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം മുമ്പാകെ ഞാനും കാണപ്പെടേണ്ടതിനു വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.